കുഴപ്പമില്ല. കാർഡിയ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് ഡയറക്ടർ സഹീറിനെ ന്യൂ ഏജ് ലൈബ്രറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. നേരെ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, എങ്ങനെയാണ് മെഡിക്കൽ കോഡിംഗ് പഠന മേഖല തൻ്റെ ഒരു പ്രൊഫഷനാണെന്നും അത് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാമെന്നും താങ്കൾ അതിലേക്ക് എത്താനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാക്കി മാറ്റാൻ എങ്ങനെയാണ് തുനിഞ്ഞത്? അതിനുള്ള കാരണം എന്താണ്? ഓക്കെ. ആക്ച്വലി 2014 ഞാൻ മെഡിക്കൽ കോഡിംഗ് സെക്ടറിൽ എത്തിപ്പെടുന്നത്. ബേസിക്കലി ഞാനൊരു നഴ്സായിരുന്നു, BSc നഴ്സിംഗ് ഗ്രാജുവേറ്റ് ആണ്. അതിനുശേഷം നമ്മുടെ കാർഡിയ ഹെൽത്ത് കെയർ സൊല്യൂഷൻ ഈ സ്ഥാപനത്തിൽ തന്നെയാണ് ഞാനൊരു സ്റ്റുഡൻ്റായിട്ട് വന്നിട്ടുള്ളത്. ബാംഗ്ലൂർ കാർഡിയയിലായിരുന്നു ഞാൻ പഠിച്ചത്. അതിനുശേഷം ബാംഗ്ലൂർ തന്നെ ഒരു MNCയിൽ മെഡിക്കൽ കോഡറായിട്ട്, എസ്പെഷ്യലി സ്പെഷ്യാലിറ്റി പറയുന്ന ഒരു ED കോഡറായിട്ടാണ് ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഓപ്പണിങ്സ്, കാരണം ഇത് യൂഷ്വലി നമ്മൾ ഏതൊരു പ്രൊഫഷനാണെങ്കിലും ഏത് പ്രൊഫഷൻ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും നമ്പർ ഓഫ് ഓപ്പണിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നോക്കുമ്പോൾ ഇവരുടെ ഹയറിംഗ് ഒക്കെ ഡിഫറെൻറ്റ് വേർട്ടിക്കൽസിലാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ ഏരിയയിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ED, OP, ഓങ്കോളജി, പാത്തോളജി, റേഡിയോളജി, അനസ്തേഷ്യ, IP, OP, ഇങ്ങനെ ഒരുപാട് വൈഡ് വേർട്ടിക്കൽസ് ഉള്ള ഒരു സെക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പണിങ്സും കൂടുതലാണ്. മാത്രമല്ല പാക്കേജ് വൈസ് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിന് അത്യാവശ്യം നല്ല പാക്കേജോട് കൂടി നമുക്ക് ഈ കരിയർ സ്റ്റാർട്ട് ചെയ്യാം. മുന്നോട്ടാണെങ്കിൽ നല്ല പ്രൊമോഷണൽ ഹയറാർക്കീസും കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഐ വാസ് ഡാം ഷുവർ ദാറ്റ് നമുക്കിതൊരു ലൈക്ക് ട്രെയിനിങ് സെക്ടറിലേക്ക് തിരിഞ്ഞാൽ ഒരു സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അന്ന് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായി. മെഡിക്കൽ കോഡിംഗ് കഴിഞ്ഞിറങ്ങുന്ന ഒരാൾക്ക് ജോലി കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള ഇതര സംസ്ഥാനങ്ങളുണ്ട്. ഇതിനെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുടെ സാധ്യത പറയുമ്പോൾ അതിൽ ഒരു ആഡ് ഓൺ ആയിട്ടൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ വർഷം നമ്മൾ പ്ലേസ്മെന്റിൽ ഒരു 800+ കുട്ടികളെ നമ്മൾ പ്ലേസ് ചെയ്തത് ഇൻസൈഡ് കേരള എക്സാം. നമ്മുടെ ഈവൻ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കോടും നമ്മളെ അറൌണ്ട് 200+ കാൻഡിഡേറ്റ്സ് ഞങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ പറ്റി. കേരളത്തിലൊട്ടാകെ 800+. മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ സാധാരണ എല്ലാവരും കരുതുന്നത് പോലെ ബാംഗ്ലൂരിലപ്പുറം ചെന്നൈയിലും ഹൈദരാബാദിലാണ് കൂടുതൽ MNCs നമുക്ക് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ബാംഗ്ലൂരുണ്ട്. നമുക്ക് യൂഷ്വലി ഒരുപാട് കമ്പനീസിൻ്റെ ആവശ്യം അല്ലെങ്കിൽ നീഡ് വരുന്നില്ല. കാരണം ഓഫ് കോഴ്സ് എപ്പോഴും നമ്മൾ കാണുന്നത് ഡിമാൻഡിനനുസരിച്ച് നമുക്ക് കാൻഡിഡേറ്റ്സിന് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ അറ്റ് പ്രസന്റ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഒരു സാധ്യത കൂടി എൻ്റെ കൂട്ടിച്ചേർത്ത് പറയാം. കേരളത്തിലെ പോസിബിലിറ്റി ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാം. ഇപ്പം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഫ്രം ട്രിവാൻഡ്രം ടു ബാംഗ്ലൂർ, നമുക്ക് ഹൈവേ വരെയാണ്, കാസർഗോഡ് വരെ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് MNCs ഈ ഏരിയയിലോട്ട് കടന്നു വരുന്നുണ്ട്. കാരണം നിങ്ങളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഒരു 50% എബോവ് AFPCയിൽ സർട്ടിഫൈഡ് ആവുന്നത് ഫ്രം കേരള. അതുകൊണ്ട് തന്നെ കമ്പനീസ് ഇനി കൂടുതലായിട്ട് ഇങ്ങോട്ട് വരും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ തന്നെ നമുക്ക് കൊച്ചിയിലും കാലിക്കറ്റും അതേപോലെ ട്രിവാൻഡ്രം ഒക്കെ തന്നെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇനിയും കൂടുതൽ കമ്പനീസ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, മറ്റൊരു ചോദ്യം, ഒരാൾ മെഡിക്കൽ കോഡിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് കാർഡിയയിലേക്ക് എവിടെയാണ് സമീപിക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്ന് ഒന്നുകൂടി പറഞ്ഞു കൊടുത്താൽ വളരെ ഉപകാരമായി. അതെ, ഓക്കെ. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, നിങ്ങൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും, ഇപ്പോൾ മെഡിക്കൽ കോഡിംഗ് ആവട്ടെ ബാക്കിയുള്ള ഏത് കോഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിലും അതിനെപ്പറ്റി നന്നായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം അത് പഠിക്കാം. കാരണം നിങ്ങൾക്ക് അത് ചിലപ്പം ചില ആളുകൾ പറ്റാത്തൊരു കോഴ്സ് എടുത്തു വന്നു പെട്ടു എന്നുള്ള ഫീല് പിന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് സമയവും അതേപോലെ തന്നെ പണവും. അപ്പോൾ ആദ്യം നമ്മളിവിടെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നമ്മുടെ നമ്പറിൽ കണക്ട് ചെയ്യുക, ഓഫീസിനെ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 3 ദിവസത്തെ ഡെമോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. ആ ഡെമോ ക്ലാസ് വെബിനാർ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ സെമിനാറിൽ വന്ന് പങ്കെടുക്കാം. അതായത് ഡയറക്റ്റ് ആയിട്ട് ഓഫ്ലൈൻ ആയിട്ട് അറ്റൻഡ് ചെയ്യാം, ഓൺലൈൻ ആയിട്ട് അറ്റൻഡ് ചെയ്യാം. ഈ ക്ലാസ്സിൽ ഞങ്ങൾ ഏകദേശം അത്യാവശ്യം ഒരു നല്ല രീതിയിൽ ഇതെന്താണ് ഇതിന്റെ സിലബസ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ആ ക്ലാസ് അറ്റൻഡ് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങളൊരു തീരുമാനം എടുക്കാം. 3 ദിവസത്തെ ഡെമോ ക്ലാസ്സിന് ശേഷം മാത്രം നിങ്ങളൊരു തീരുമാനം എടുക്കുക, ഈ കോഴ്സിൽ കണ്ടിന്യൂ ചെയ്യണം വേണ്ടേ എന്നുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ കോഡിംഗ് മാത്രമല്ല, ഏത് കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും നമ്മൾ അതിനു വേണ്ടി മാത്രം. എത്ര മാസമാണ് നമ്മുടെ കോഴ്സ്? 3 മാസത്തെ കോഴ്സാണ്. അത് ഈ എക്സാം ഇത് കഴിഞ്ഞതിന് ശേഷം CPC എന്ന് പറയുന്ന എക്സാം ഉണ്ട്. അതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യിക്കുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1 മാസം കൊണ്ട് വരെ എക്സാം എഴുതി
പാസ്സായ ആളുകളുണ്ട്, ആ, 4-5 മാസം എടുക്കുന്ന ആളുകളുണ്ട്. ഉണ്ട്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് എഫേർട്ട് യു ആർ പുട്ടിങ് ഇൻ ഓ, ഇറ്റ്. ശരി, അതിനെ ശരി. ബേസ് ചെയ്തിട്ട് പുതിയ കാലത്ത് സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകത്തിന് പകരം ഒരു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ആണ് കൂടുതലും പേരും ആഗ്രഹിക്കുന്നത്. ഒന്നാമത് ഒരു സോഴ്സിൽ മാത്രം വരുമാനം ഉണ്ടായത് കൊണ്ട് കാര്യമില്ലാത്തൊരു ചെലവേറിയൊരു സമയമാണ്. അതോടുകൂടി ചോദിക്കുകയാണ്, ഈ ഒരു മെഡിക്കൽ കോഡർക്ക് പാർട്ട് ടൈം ആയിട്ട് ജോബ് ചെയ്യാൻ പറ്റും, ഇതര ജോലികൾ ചെയ്യാൻ പറ്റും, അതോടൊപ്പം തന്നെ വർക്ക് ഫ്രം ഹോം പല സ്ത്രീകളുണ്ട് വീട്ടിലൊക്കെ നിൽക്കുന്നവർ, ഇവർക്ക് ഈ മേഖലയിൽ എങ്ങനെയാണ് സാധ്യതകൾ? ഓക്കെ. ഈ ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത്, പറ്റുമെന്നുള്ളതാണ് ഓഫ് കോഴ്സ് എൻ്റെ ഉത്തരം. പക്ഷേ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ യുവർ എക്സ്പീരിയൻസ്. ഇഫ് യു ആർ എൻ എക്സ്പേർട്ട് ഇൻ മെഡിക്കൽ കോഡ്, ഈവൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ പാർട്ട് ടൈം ആയിട്ട് ജോബ് ചെയ്യാം, ഫ്രീലാൻസർ ആയിട്ട് വർക്ക് ചെയ്യാം, അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. ഇപ്പോൾ ഒരു 2 വർഷം മുമ്പ് എനിക്കൊരു പ്രൊജക്റ്റ് വന്നിരുന്നു, ഡിനൈൽ കോഡിങ്ങിലായി. അവർ ഓഫർ ചെയ്യുന്നത് പെർ ചാർട്ട് 60 to 100 റുപ്പീസാണ്. അപ്പോൾ നിങ്ങളൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോഡർ ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 50 to 100 ചാർട്ട് പെർ ഡേ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ. ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ യുവർ കൺവീനിയൻസ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ചെയ്യാം എന്നുള്ളതാണ് അവർ ഓഫർ. ബട്ട് അതിൽ എക്സ്പെർട്ടൈസ് ആയിരിക്കണം. ഒരു ഫ്രഷർ എന്നുള്ള ടാഗിൽ നിങ്ങൾക്ക് ഒരിക്കലും റൈറ്റ് നൗ ഒരു വർക്ക് ഫ്രം ഹോം ഓപ്ഷനോ അല്ലെങ്കിൽ ഫ്രീലാൻസ് ഓപ്ഷനോ കിട്ടില്ല. ബട്ട് ഫ്രഷറായിട്ടും വർക്ക് ഫ്രം ഹോം നേടിയെടുക്കുന്ന കുട്ടികളുമുണ്ട്. അത് കുട്ടികളുടെ മിടുക്ക് പോലെയൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ സഹീർക്കാക്ക് പോലും അറിയുന്ന ഒരു കാര്യമാണ്, പുതിയ കാലം എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ChatGPT ഒക്കെ ഉള്ള കാലമാണ്. ഈ കാലത്ത് എങ്ങനെയാണ് മെഡിക്കൽ കോഡിംഗ് പോലെ ഒരു മേഖല പിടിച്ചു നിൽക്കുക എന്നതാണ് എൻ്റെ ഒരു ലളിതമായ, ഒരുപാട് പേർക്ക് സംശയങ്ങളുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ മേഖല പ്രതിസന്ധി ആവോ, ഇതിലേക്ക് പഠിക്കാൻ വന്ന പ്രശ്നമുണ്ടോ എന്നൊക്കെ ഉള്ളത്, അതിനെ കുറിച്ചിട്ട് എന്താണ്? മോസിൻ ഭായ് പറഞ്ഞത്, ഈ ക്വസ്റ്റ്യൻ ഇല്ലാതെ നമ്മുടെ ഒരു വെബിനാറോ ഒരു സെമിനാറോ പോകാറില്ല. വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എസ്പെഷ്യലി നമുക്കറിയാം മൈക്രോസോഫ്റ്റിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മേധാവിനെ അടക്കം റീപ്ലേസ് ചെയ്യപ്പെട്ട കാലഘട്ടം. ഒരുപാട് ലേ ഓഫുകൾ പല സ്ട്രീമുകൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ വളരെ റെലവെന്റ് ആണ്. മെഡിക്കൽ കോഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു ധാരണ ഒരു 10-20 വർഷം മുമ്പേ ഉണ്ട്. പക്ഷെ കൃത്യമായിട്ട് പറയാം, ഇവിടെ ഉള്ളത് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് കോഡിംഗ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു എൻട്രി നമുക്ക് പറയാം കാക്ക് എന്നാണ് നമ്മൾ പറയുന്നത്, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് കോഡിംഗ്. ഞാൻ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ 2000-2010 മുതലേ ഈ സെക്ടറിലാണ്. കംപ്ലീറ്റ് ഒരു റീപ്ലേസ്മെന്റ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു 2030 വരെയെങ്കിലും പോസിബിൾ അല്ല. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. പക്ഷെ 1-2 കാര്യങ്ങൾ ഞാൻ പറയും. ഒന്നാമതായിട്ടുള്ള കാര്യം, ഒരു പ്രോപ്പർ ഡോക്യുമെന്റേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് AI രീതിയിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. കാരണം നമുക്കറിയാം നമ്മുടെ മെഡിക്കൽ സെക്ടറിൽ ഒരു പ്രൈം കാറ്റഗറി എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് ആണ്. നിങ്ങൾക്ക് ഈ അടുത്ത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ആർട്ടിക്കിളിൽ പറയുന്നത്, ഇന്ത്യയിലൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ ഒരു ആൾട്ട് കൺട്രോൾ F അടിച്ച് സെർച്ച് ചെയ്യാൻ പോലും ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നത്. കാരണം സ്കാൻഡ് കോപ്പീസ് ആയിട്ട് നിങ്ങൾക്കറിയാം ഡോക്ടേഴ്സിന്റെ എഴുത്ത് അവർക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ രീതിയുണ്ട്. അവരെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് റൈറ്റ് നൗ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവർ പ്രൈം കാറ്റഗറിയാണ് മെഡിക്കൽ സെക്ടറിൽ, അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡാറ്റ പ്രൈവസി. നമുക്കറിയാം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പേഷ്യൻസിന്റെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഡാറ്റ അത്രയും കൺസേൺ ആണ്. അപ്പോൾ ഡാറ്റ ബ്രീച്ച് ഒക്കെ ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ AI ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ടൂളിനെ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം ഫേസ്ബുക്കിൽ തന്നെ നമ്മുടെ ഒരു കോർട്ട് മാർഷൽ സീനൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. ഈ ഡാറ്റ പ്രൈവസി എത്രത്തോളം കൺസേൺഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി US ഒരു കൾച്ചർ പ്രകാരം നിങ്ങളൊരു പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു നഴ്സോ തമ്മിൽ പേഷ്യൻസിന്റെ ഡാറ്റ റിവീൽ ചെയ്യപ്പെടാൻ പാടില്ല. അതിനൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റം ഉണ്ട്. ഒരു മില്യൺസ് നമ്മൾ പെനാൽറ്റി അല്ലെങ്കിൽ ഫൈൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ രണ്ടാമത്തതായിട്ട് എനിക്ക് പറയാനുള്ള ഡാറ്റ ബ്രീച്ച് എന്നുള്ളതാണ്. മൂന്നാമതായിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാം ഇത് ഇൻഷുറൻസ് ബേസ്ഡ് ആണ്. അപ്പൊ ഇൻഷുറൻസ് ബേസ്ഡ് ആകുമ്പോൾ നമുക്കറിയാം ഉറപ്പായിട്ടും നമ്മളിപ്പം ഒരു എന്താ പറയാ വെഹിക്കിൾ ഇൻഷുറൻസോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഷുറൻസിലൊക്കെ നമ്മൾ ബില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും ഒരു ഇൻഷുറൻസുള്ള ഒരു രോഗിക്ക് ഇടുന്ന ബില്ലല്ല നോർമൽ പേഷ്യൻസ് നമുക്ക് ഉണ്ടാകും. കാരണം ഇതിൽ ഒരു ഡിലേ പേയ്മെന്റ് സെറ്റിൽമെന്റ് കാര്യങ്ങളൊക്കെ. അപ്പം റീസെന്റ് ആയിട്ട് വന്ന ഒരു ആർട്ടിക്കിൾസ് 90% കോഡേഴ്സും അപ്കോഡ് ചെയ്യുന്നുണ്ടെന്നാണ്. അവരതിൽ വറീഡ് ആണെന്നാണ്. ആ ഒരു പോസിബിലിറ്റി നമുക്ക് ഉള്ളൂ. കാരണം നമ്മൾ അപ്കോഡ് ചെയ്യുമ്പോഴേ നമുക്കൊരു നോർമൽ ബില്ലിലേക്ക് നമുക്ക് ഇത് എത്തിക്കാം. കാരണം മാക്സിമം ഇൻഷുറൻസ് കമ്പനീസ് ഇത് ഡിനൈ ചെയ്യാനാണ്. അപ്പൊ ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ പ്രോപ്പർ ആയിട്ട് നമ്മളൊരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ
ഒരുപാട് നടക്കില്ല, ഇഷ്യൂസ് നടക്കില്ല. ഇൻഷുറൻസ് കമ്പനീസും ഹോസ്പിറ്റൽസും തമ്മിൽ ഉണ്ടാവാൻ സാധ്യത. ശരി. അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെ പെട്ടെന്ന് ഒരു ചേഞ്ചിലേക്ക് വരാൻ സാധ്യത കുറവാണ്. കുറവാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ഏത് സെക്ടറിലാണെങ്കിലും AI വരട്ടെ എന്ന് ഞാൻ പറയും. ആ, ആ. കാരണം നമ്മൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ എന്താ കണ്ടത്? അതെ. ഒരുപാട് ആളുകൾക്ക് തൊഴിൽ പോകുന്നു പറഞ്ഞിട്ട് തൊഴിൽ കൂടുകയും സാധ്യത ചെയ്തു. കൂടുക. ആ. അപ്പൊ അതേപോലെ തന്നെ ഉം. നമ്മൾ AI വരുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അല്ലെങ്കിൽ കോഡേഴ്സിന് കമ്പനിയിൽ അതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുകയാണ് ചെയ്യുക. ഉം. കാരണം ഇവിടെ ഒരുപാട് ഫയലുകൾ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. ആ, ആ. റിയാലിറ്റി അതാണ്, ആ, വർക്ക് ചെയ്ത് തീർക്കാനുള്ളത്. ആ, ആ. അപ്പം എയുടെ സപ്പോർട്ട് കിട്ടുമ്പോൾ ആ. നിങ്ങൾ എസ്പെഷ്യലി ഈ സെക്ടറിൽ നോക്കുകയാണെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന അതിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ യൂഷ്വലി ഇങ്ങനെയുള്ള കമ്പനികളുടെ ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ വീഡിയോസോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസോ ഒക്കെ നമുക്ക് വായിക്കും. അവർ പ്രത്യേകം പറയുന്ന കാര്യമാണ് AI is not replacing the coders, but instead they will support the coders. Support, ആ. ഇതാണ് പറയുന്നത്. ഓ. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആഫ്റ്റർ 2-3 ഇയേഴ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പം ഫ്രഷേഴ്സിൻ്റെ ഹയറിംഗ് ഒക്കെ കുറച്ച് കുറയാൻ സാധ്യത. ഉം, അപ്പോൾ നേരെ മറിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഡിമാൻഡ് കൂടുകയും ചെയ്യും. ഉം, ഉം. ഇതാണ് എവിടെയും AI വരുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച്. ഫ്രഷേഴ്സ് അല്ലെങ്കിൽ വളരെ റൂട്ടീൻ ആയിട്ട് ചെയ്യുന്ന വർക്കുകൾ, ഉം. ഇപ്പോൾ കോഡിംഗ് സെക്ടറിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഉം. ഇത് കുറച്ച് ഡെപ്ത് പറയേണ്ടതുകൊണ്ടാണ് കുറച്ച് ലെങ്ത് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ യൂഷ്വലി കോഡ് ചെയ്യുന്ന സമയത്ത് റേഡിയോളജി സെക്ടർ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എക്സ്റേ എടുക്കുന്നു. ഉം. യൂഷ്വലി നമ്മൾ ഒരു മെഡിക്കൽ ഫിറ്റ്നസിന് വേണ്ടി എക്സ്റേ എടുക്കും. ഉം. അത് ഇന്റർപ്രറ്റ് ചെയ്ത് നോർമൽ ആണെങ്കിൽ ലൈക്ക് അതെ. അതിൽ പ്രത്യേക കാര്യങ്ങളൊന്നും ഉം. കോഡ് അതിനൊരു കോഡ് ഉണ്ടാവും. എത്ര വ്യൂസ് എന്നുള്ള എത്ര എക്സ്റേ എടുത്തു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിന്റെ പേയ്മെന്റ് സെറ്റിൽമെന്റ് വരുന്നത്. അപ്പോൾ നമ്പർ ഓഫ് വ്യൂസിനനുസരിച്ചാണ് പേയ്മെന്റ് വരുന്നത്. അതൊക്കെ വേണമെങ്കിൽ അതിനെ കൊണ്ട് ചെയ്യിക്കാം. ഓ. കാരണം അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ചെയ്യാനല്ല, ജസ്റ്റ് നമ്പർ ഓഫ് വ്യൂസ് നമുക്ക് കോഡ് ചെയ്യുന്നു. ആ. ഇങ്ങനെയുള്ള വളരെ കുറഞ്ഞ ഏരിയയിൽ മാത്രമേ നമുക്ക് ഇപ്പം റൈറ്റ് നോ AI വരുന്നുള്ളൂ. ചെയ്യും. ബട്ട് കുറേ ഏരിയകൾ നിങ്ങൾ കാണാം, പല ആളുകളും കോഴ്സ് AI ഇന്റഗ്രേറ്റഡ് കോഴ്സ് മെഡിക്കൽ കോഡിംഗ് എന്നൊക്കെ പറഞ്ഞ് കോഴ്സ് സെല് ചെയ്യുന്നത് ആ, കാണാം. ആ. ഓഫ് കോഴ്സ് ഞാൻ പറയട്ടെ, ആ. ഞാൻ AIPCയിൽ തന്നെ ആ. മെഡിക്കൽ കോഡിങ്ങിൽ AIയിലെ കോഴ്സ് ഞാൻ ചെയ്തു. ആ. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ആ. പക്ഷെ എവിടെയും അതൊരു തിയറി പാർട്ട് എന്നല്ലാതെ ആ. അതിന്റെ ഒരു അതിന് എന്തൊരു പ്രാക്ടിക്കൽ വശം practical എനിക്ക് അത് കാണാൻ പറ്റുന്നില്ല. ആ. അപ്പം വരും, മേ ബി ആ. ആഫ്റ്റർ ഒരു 2-3 ഇയേഴ്സ് ലേറ്റർ സാധ്യത ഉണ്ട്. ഓ. പക്ഷേ ഈ പറഞ്ഞ കുറേ കൺസ്ട്രെയിൻസ് ഉണ്ട്. ഇതാണ് ഇതിലൊരു വിഷയം. ഇനി ചോദിക്കാനുള്ളത്, കഴിഞ്ഞ 8 വർഷമായി കേരളത്തിൽ ഏകദേശം 14 ജില്ലകളിൽ തന്നെ മിക്കവാറും സ്ഥലങ്ങളൊക്കെ കാർഡിയ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. യെസ്. എങ്ങനെയാണ് ഇത്രയും കാലത്തിന് അനുസൃതമായിട്ട് ഇത് മാറ്റങ്ങൾ എങ്ങനെയാണ് പുതിയ കാലത്ത് എങ്ങനെയാണ് അതിൻ്റെ ചേഞ്ച് വരുത്തിയിരിക്കുന്നത്? ഈ വർഷം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ വരുത്തിയ ഈ മേഖലയിൽ വരുത്തിയ മാറ്റങ്ങൾക്ക് അതോടൊപ്പം തന്നെ കാർഡിയയിൽ വരുത്തിയ മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് വിവരിക്കാം. മുസിൻ ഭായി ക്വസ്റ്റ്യൻ ചോദിക്കും. ആക്ച്വലി നമ്മുടെ ഈ കാർഡിയോ ഹെൽത്ത് കെയർ സൊല്യൂഷനിൽ 2017 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻ ദ സെൻസ് കേരളത്തിൽ ലോഞ്ച് ചെയ്യുന്നത് പെരിന്തൽമണ്ണയാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ ഏകദേശം 15+ സാർ പറഞ്ഞ പോലെ 15-ലധികം സ്ഥാപനങ്ങളായിട്ട് വളർന്നിട്ടുണ്ട്. ഞാനെപ്പോഴും പറയാറുള്ളത് അതൊരു കാർഡിയയുടെ ഒരു ക്ലെയിമായിട്ട് ഞാൻ പറയാറില്ല, പക്ഷേ ഈ സെക്ടറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, മെഡിക്കൽ കോഡിങ് അതിൻ്റെ ഇത്രയും ഓപ്പണിങ്സ് ഉള്ളതും സാധ്യതകളും തന്നെയാണ് നമുക്ക് ഇത്രയും ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം മുന്നോട്ട് ഞാൻ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോഡിങ് കരിയറിൽ കയറിയിട്ടുള്ള ആളുകൾക്ക് അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേ ഇഷ്യൂസ് നമ്മൾ സോർട്ട് ചെയ്തു. അതിനെപ്പറ്റി പഠിച്ചിട്ട് ഇവർക്കൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു സപ്പോർട്ട് കൊടുക്കാമെന്ന് വിചാരിക്കും. നമ്മുടെ ആപ്പ് ത്രൂ പഠിച്ച് വർക്കിൽ കയറി കഴിഞ്ഞാൽ പോലും നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു കൺസേൺ ഇപ്പോൾ ഉണ്ട്. കാരണം അത് നമ്മൾ കുട്ടികളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് എന്നൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അവർക്ക് വർക്കിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് കണ്ടിന്യൂസ് സപ്പോർട്ട് ഒരു അറ്റ്ലീസ്റ്റ് ഫോർ മിനിമം 1 ഇയർ എങ്കിലും കൊടുത്തിട്ട് വർക്കിൽ എക്സ്പെർട്ട് ആക്കി മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട്. 1-2 കാര്യങ്ങളിലാണെങ്കിൽ ഇപ്പം നമ്മളിവിടെ പുതിയതായിട്ട് നിങ്ങൾക്ക് കാണാം, കാലിക്കറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തതാണ്. ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളിലൊന്ന് ഒരു മിനി MNC ഞങ്ങളിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് കുട്ടികൾ വർക്കിൽ കയറുന്നതിൻ്റെ മുന്നേ തന്നെ അവർക്ക് ചെറിയൊരു എക്സ്പോഷർ കൂടെ കൊടുക്കുക എന്നുള്ളതാണ്. മാത്രമല്ല അവരെ പേഴ്സണലി അല്ലെങ്കിൽ ലാംഗ്വേജ് വൈസ് ഒക്കെ അവരെ ഒരു ഇംപ്രവൈസേഷൻ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റുമെന്നാണ് ഒരു കോൺഫിഡൻസ്. നമുക്ക് ഈ നമ്മുടെ ഇന്റർവ്യൂ സംസാരം നമുക്ക് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ഫാമിലി ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് വിവരിച്ചാലോ? ഫാമിലി മീൻസ് എൻ്റെ പാരൻസ് ടീച്ചേഴ്സ് ആയിരുന്നു. വൈഫും ടീച്ചറാണ്. ഇവിടെ അടുത്ത് തന്നെ കോയാസിന് അടുത്തായിട്ട് ഒരു ലിറ്റിൽ ഫ്ലവർ AUP സ്കൂളിലെ ടീച്ചറാണ്, അറബിക് ടീച്ചറാണ്. മെഡിക്കൽ കോഡറല്ല. മക്കൾ 2 പേരാണുള്ളത്. മൂത്ത ആൾക്ക് ഇപ്പോൾ 2nd സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. പിന്നെ നമ്മുടെ ചെറിയ ലിറ്റിൽ പ്രിൻസ് 3 വയസ്സ്. അങ്ങനെ ഹാപ്പി ആയിട്ട് പോകും. ഓക്കെ. അപ്പോൾ വളരെ സന്തോഷം. അല്പനേരം ന്യൂ ഏജ് ലൈബ്രറിയോടൊപ്പം തന്നെ നമുക്ക് ഇത്തരം മേഖലയിൽ
കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഒരു മേഖലയാണ്. നമുക്ക് അതെ അതെ അല്ലാതെങ്കിലും കാണാൻ അതിനോട് ചേർന്ന് തൊഴിൽ അന്വേഷിക്കുന്നവരൊക്കെയാണ് ഇത് പഠിക്കുന്നെങ്കിലും പുറത്തുനിന്ന് നമ്മൾ കാണുന്നത് പോലെയല്ല ഈ മേഖല എന്ന്. അതുകൊണ്ട് അതെ തന്നെ ഇത്തരം കാര്യങ്ങൾ വിദ്യാർത്ഥികളിലേക്കും അത് അറിയാൻ ആഗ്രഹം ഉള്ളവർക്കൊക്കെ എത്തിക്കാവുന്നതാണ്. അതെ നിരവധി തൊഴിൽ സാധ്യതകൾ ഇപ്പോഴും ബാക്കിയുള്ള അവശേഷിക്കുന്ന ഇനിയും സാധ്യതയുള്ള ഒരു മേഖലയാണ്. അതെ അതുകൊണ്ട് തീർച്ചയായിട്ടും. ഇനിയും നമുക്ക് ഈ മേഖലയെക്കുറിച്ച് പഠിക്കാനും കൂടുതൽ അറിയിക്കാനും ഒക്കെ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്പനേരം നമ്മളിവിടെ കൂടെ ചെലവഴിച്ചതിന് നന്ദി, നമസ്കാരം. ഒരുപാട് Okay, സന്തോഷം. thank you. താങ്ക് യു.